കേരളം പോളിംഗ് ബൂത്തിലെത്താൻ ഇനി 3 നാൾ. പരസ്യപ്രചാരണം നാളെ അവസാനിക്കും. നാളെയാണ് കലാശക്കൊട്ട്. വോട്ടുറപ്പിക്കുവാനുള്ള അവസാനവട്ട ഓട്ടത്തിലാണ് സ്ഥാനാർത്ഥികൾ. പ്രചാരണം കൊഴുപ്പിക്കാൻ ദേശീയ നേതാക്കൾ ഇന്ന് കേരളത്തിലെത്തും. എന്തായാലും നമ്മുടെ 3 റീജിയണിൽ നിന്നും നമ്മുടെ പ്രതിനിധികൾ ചേരുന്നുണ്ട്. ആദ്യം നമുക്ക് മധ്യകേരളത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. വിഷ്ണു സുരേഷ് ഉണ്ട് വിവരങ്ങളുമായി. വിഷ്ണു, എന്താണ് മധ്യകേരളത്തിൻ്റെ ഒരു സ്ഥിതി? കാരണം പ്രചാരണം കൊഴുപ്പിക്കുകയാണ് സ്ഥാനാർത്ഥികൾ. ഇനി വെറും 3 ദിവസം, നാളെ കൊട്ടിക്കലാശമാണ്. ഏകദേശം 25 ദിവസത്തോളം നീണ്ടുനിന്ന പരസ്യ പ്രചാരണം നാളെ അവസാനിക്കുകയാണ്. അതിന്റെ ഏറ്റവും അവസാനത്തെ ലാപ്പിലേക്ക് എത്തുകയാണെന്ന് പരമാവധി സ്റ്റാർ ക്യാമ്പയിനേഴ്സിനെ എത്തി ഈ അവസാന ദിവസത്തെ വോട്ടിന്റെ അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ സ്റ്റാർ ക്യാമ്പയിനേഴ്സിനെ ഇറക്കി വോട്ടർമാർക്കിടയിൽ വലിയ സ്വാധീനം ഉണ്ടാക്കാനുള്ള ഒരു ശ്രമത്തിലാണ് എല്ലാ മുന്നണികളും ഉള്ളത്. ഇന്ന് മധ്യ കേരളത്തിൽ പ്രധാനമായും രാഹുൽ ഗാന്ധി എത്തുന്നു എന്നുള്ളതാണ്. തൃശ്ശൂർ കേന്ദ്രീകരിച്ചാണ് രാഹുൽ ഗാന്ധി എത്തുന്നത്. തെരഞ്ഞെടുപ്പിന്റെ തുടക്കത്തിൽ ആരോപിക്കപ്പെട്ട കാര്യങ്ങൾ, അതായത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ UDF സ്വീകരിച്ച ചില വിഷയങ്ങളുണ്ട്. ഏറ്റവും അവസാനത്തേക്ക് എത്തുമ്പോൾ അവരെന്താണ് ഈ 2 ദിവസത്തേക്ക് വോട്ടർമാർക്കിടയിലേക്ക് ഇട്ടുകൊടുക്കാൻ പോകുന്നത് എന്നുള്ളത് ഏറെ ശ്രദ്ധേയമാണ്. ആദ്യഘട്ടത്തിൽ രാഹുൽ ഗാന്ധി എത്തിയപ്പോൾ ആദ്യം ശബരിമല സ്വർണ്ണക്കൊള്ളയെ കുറിച്ചാണ് പ്രതിപാദിച്ചത്. അതിനുശേഷം അദ്ദേഹം പറഞ്ഞത് BJP CPM ഡീല്, അതോടൊപ്പം തന്നെ CPIM-ന് BJP സ്വഭാവമാണ്, മുണ്ടെടുത്ത മോദിയാണ് പിണറായി വിജയൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അദ്ദേഹം രണ്ടാമത് വന്നപ്പോൾ പറഞ്ഞിരുന്നു. മൂന്നാമത്തെ വരവിൽ എന്താണ് രാഹുൽ പറയാൻ പോകുന്നത്? വോട്ടർമാരോട് വികസനത്തെക്കുറിച്ചാണോ തുടങ്ങിയ കാര്യങ്ങൾ? ഗ്യാരണ്ടിക്കപ്പുറത്തേക്ക് ഈ 2 ദിവസം വോട്ടർമാരെ സ്വാധീനിക്കാൻ പറ്റുന്ന എന്ത് കാര്യങ്ങൾ രാഹുലിന്റെ ഭാഗത്തുണ്ടാകും എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. മല്ലികാർജുൻ ഖർഗെ അടക്കമുള്ള ആളുകളുണ്ട്. ഒപ്പം BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ ഒല്ലൂരിൽ എത്തുന്നുണ്ട്. അദ്ദേഹം കഴിഞ്ഞ തവണ വന്നപ്പോഴാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ CBI അന്വേഷണം ഉണ്ടാകും എന്ന് ഏറ്റവും ആദ്യം ഒരുപക്ഷെ വളരെ ശക്തമായി തന്നെ ഒരു നേതാവ് പറഞ്ഞത് അദ്ദേഹമാണ്. അതുകൊണ്ട് ശബരിമല സ്വർണ്ണക്കൊള്ള BJP എത്രത്തോളം സീരിയസ് ആയി കാണുന്നുണ്ട്, തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗം. അദ്ദേഹം ഇന്ന് തൃശ്ശൂർ ഒല്ലൂരിൽ പ്രചരണത്തിന് വേണ്ടി എത്തുന്നുണ്ട്. നേരത്തെ DK ശിവകുമാർ എത്തുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ കൊച്ചിയിൽ ഹെലിപാഡിൻ്റെ ചില ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വരവുമായി ബന്ധപ്പെട്ട് ചില അവ്യക്തതകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഒരു ഫൈനൽ കാര്യത്തിലേക്ക് എത്തിയിട്ടില്ല. അങ്ങനെ DK കൂടി എത്തുകയാണെങ്കിൽ പൂർണ്ണമായും കളം നിറയും UDF-ഉം അതോടൊപ്പം തന്നെ NDA ക്യാമ്പും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഈ ദിവസങ്ങൾ പറഞ്ഞ പോലെയല്ല, ഈ 2 ദിവസം നിർണായകമാണ്. വോട്ടർമാർക്ക് മുമ്പിൽ ഈ 2 ദിവസം അവതരിപ്പിക്കാൻ പോകുന്ന വിഷയം അത് എത്രത്തോളം സ്വാധീനം ചെലുത്തുന്ന ഒന്നാണെന്ന് എല്ലാ മുന്നണികൾക്കും അറിയാം. അതുകൊണ്ട് തന്നെ വളരെ കരുതലോടും അതോടൊപ്പം തന്നെ അവർക്ക് എന്താണോ പറയാനുള്ളത് വളരെ കൃത്യതയോടും കൂടി തന്നെ പറയാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ദേശീയ നേതാക്കളെയൊക്കെ ഇറക്കുന്നത്. പിന്നെ എറണാകുളം ജില്ലയിൽ സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവിൻ്റെ കൂടി മണ്ഡലമാണ്. അദ്ദേഹം എല്ലാ മണ്ഡലങ്ങളിലും എത്തി പ്രചരണം നടത്തുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ഡു ഓർ ഡൈ സിറ്റുവേഷൻ ആണ് അദ്ദേഹത്തിന്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ മുന്നോട്ട് പോകുന്ന UDF ക്യാമ്പ് വലിയ പ്രതീക്ഷയിലാണ്. ദേശീയ നേതാക്കൾ എത്തുന്നതിൻ്റെ ഒരു ഇരട്ടി ഊർജം അവർക്കുണ്ട് എന്നുള്ളതാണ് നമുക്ക് കരുതുന്നത്. അനൂപ്, തിരുവനന്തപുരത്ത് നിന്നും അജ്മൽ നിറാറും കൂടി വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ടല്ലേ? അജ്മല്, ദേശീയ നേതാക്കളടക്കം കേരളത്തിലേക്ക് എത്തുന്ന സ്ഥിതിയാണ്. മാത്രമല്ല ഈ സ്വർണ്ണക്കൊള്ളയിലടക്കം ഈ വലിയ തരത്തിൽ അന്വേഷണം ഉണ്ടാകും. മാത്രമല്ല എല്ലാ പ്രതികളെയും അതിൻ്റെതായ രീതിയിൽ തന്നെ ശിക്ഷിക്കാനുള്ള നീക്കങ്ങളിലേക്കൊക്കെ ഒരുപക്ഷെ BJP അടക്കം ഭരണത്തിലെത്തിയാൽ ആ നീക്കങ്ങൾ ഉണ്ടാകുമെന്നൊക്കെ അമിത്ഷാ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഇനി കൂടുതൽ ദേശീയ നേതാക്കൾ കേരളത്തിലേക്ക് എത്തുമ്പോൾ തെരഞ്ഞെടുപ്പ് ചൂട് അതെങ്ങനെ? മോർണിംഗ് വർഷ, കേരളത്തെ സംബന്ധിച്ചിടത്തോളം 16ാം കേരള നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പിൻ്റെ പരസ്യ പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഇനി 3 നാൾ മാത്രമാണ് അവശേഷിക്കുന്നത്. നാളെ വൈകിട്ടത്തെ കുട്ടിക്കലാശത്തോടെ ഈ പരസ്യ പ്രചാരണം അവസാനിക്കും. ശേഷം നടക്കുന്ന നിശബ്ദ പ്രചാരണത്തിന് ശേഷം 2.71 കോടി വോട്ടർമാർ 9-ാം തീയതി രാവിലെ ബൂത്തിലെത്തുന്നതോടെ കേരളത്തിൻ്റെ അടുത്ത 5 വർഷത്തെ രാഷ്ട്രീയ ഭാവിയാണ് തീരുമാനിക്കാൻ പോകുന്നത്. ഈ പരസ്യ പ്രചാരണത്തിന് ലഭിച്ചത് പരിമിതമായ ദിവസമാണെങ്കിലും സ്ഥാനാർത്ഥികളുടെയും മുന്നണികളുടെയും പാർട്ടികളുടെയും പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് യാതൊരുവിധ കുറവുമില്ലാത്ത കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഈ പറയുന്നത് പോലെ ശബരിമല, ഇപ്പോൾ വർഷം സൂചിപ്പിച്ചതുപോലെ തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിന്നും തുടങ്ങി പിന്നീട് ഈ ഡീലിനെ കുറിച്ചുള്ള ആരോപണങ്ങൾ, SDP-യുമായുള്ള ബന്ധം, വയനാട് ഫണ്ട് പിരിച്ചതിലെ തുകയെക്കുറിച്ചുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ, സംവാദ വെല്ലുവിളികൾ, അവിടെയും കടന്ന് FCRും കടന്ന് അവസാനം ആധാർ കാർഡിൻ്റെ വ്യാജ നിർമ്മിതികൾ പയ്യന്നൂരിൽ നടക്കുന്നു എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ വരെ എത്തി നിൽക്കുന്ന ഈ ആരോപണ പ്രത്യാരോപണങ്ങൾ അതിൻ്റെ പാരമ്യതയിൽ എത്തി നിൽക്കുമ്പോഴാണ് ഇപ്പോൾ ഈ പരസ്യ പ്രചാരണം അവസാനിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ദേശീയ നേതാക്കൾ
നേതാക്കൾ എല്ലാവരും അവസാനവട്ട ഓട്ടപ്രദക്ഷിണം എന്നതുപോലെ കേരളത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അതിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്നലെ കേരളത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു. തിരുവനന്തപുരത്തുള്ള അദ്ദേഹം ഇന്നും തിരുവനന്തപുരത്തെ ഈ പ്രചാരണ പരിപാടികളിലൊക്കെ പങ്കെടുക്കുന്നുണ്ട്. ഇന്നലെ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അതിലെ പ്രതികളെയൊക്കെ NDA സർക്കാരിന് മാത്രമാണ് പിടിച്ചെടുക്കാനും അവരെ ജയിലിലടക്കാനും സാധിക്കുക എന്ന തരത്തിലുള്ള പ്രചാരണങ്ങൾ നടത്തിയ അദ്ദേഹം FCR ബന്ധപ്പെട്ട വിഷയത്തിൽ കൂടി ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ടായിരുന്നു. FCR വിഷയത്തിൽ, അതായത് വിദേശ സംഭാവന നിയന്ത്രണ നിയമത്തിൽ തങ്ങളുമായി അകന്നുപോയ ക്രൈസ്തവ സമുദായത്തെ കേരളത്തിൽ അനുനയിപ്പിച്ച കേന്ദ്ര ന്യൂനപക്ഷ കാര്യമന്ത്രി കിരൺ റിജിജുവിന് പിന്നാലെ അവരുടെ വോട്ടുറപ്പിക്കാൻ ഈ യേശുക്രിസ്തുവിന്റെ പിൻഗാമികൾ NDAക്ക് വോട്ട് ചെയ്യുമെന്നുള്ള പ്രസ്താവനയിൽ കൂടി അത് ഉറപ്പിക്കാൻ വേണ്ടിയുള്ള അവസാനവട്ട ശ്രമം കൂടി അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ ഞാൻ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലുള്ള വിഷയങ്ങളിൽ ദേശീയ നേതാക്കൾ അവരവർക്ക് ഹിതകരമായ വിഷയങ്ങളെല്ലാം എടുത്ത് പ്രയോഗിക്കുന്നുണ്ട്. പിന്നീട് ശിവകുമാർ, അതോടൊപ്പം തന്നെ DK ശിവകുമാർ, കർണാടക ഉപമുഖ്യമന്ത്രി, ഇന്ന് തിരുവനന്തപുരത്തുണ്ട്. അദ്ദേഹവും ഇന്ന് വട്ടിയൂർക്കാവിലെ പരസ്യ പ്രചാരണ പരിപാടികളിലെല്ലാം പങ്കെടുക്കുന്നുണ്ട്. അതുകൂടാതെ BJPയുടെ ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ ഇന്ന് തിരുവനന്തപുരത്ത് നടക്കുന്ന പ്രകടന പരിപാടികളിലൊക്കെ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വിധത്തിൽ അവസാനവട്ട പ്രചാരണ പരിപാടികളിലൊക്കെ സജീവമാകാനുള്ള ദേശീയ നേതാക്കൾ റോഡ് ഷോകളും കൺവെൻഷനുകളും പര്യടനങ്ങളും കഴിഞ്ഞ് അവസാനവട്ട പ്രചാരണങ്ങളിലേക്ക് എത്തുമ്പോൾ ഇത്തരത്തിൽ കാടിളക്കിയുള്ള പ്രചാരണങ്ങളിൽ സജീവമാകുകയാണ് രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളും. വർഷ, ശരി, എന്തായാലും കേരളത്തിൽ BJP അധികാരത്തിൽ വരികയാണെങ്കിൽ എയിംസ് അടക്കം കൊണ്ടുവരുമെന്നൊക്കെ ഒരു പ്രഖ്യാപനം അമിത്ഷായുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അങ്ങനെ ഈ വലിയ തരത്തിലുള്ള പ്രഖ്യാപനങ്ങളോട് കൂടി തന്നെ BJPയുടെ അതുപോലെ തന്നെ മറ്റു മുന്നണികളുടെയൊക്കെ പ്രചാരണം അതേ ആവേശത്തിൽ തുടരുകയാണല്ലേ അനൂപ്? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.